എല്ലാവർക്കും നമസ്കാരം. കേരള ഹയർ സെക്കൻഡറി പ്രവേശനത്തിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷിക്കാനുള്ള അവസരമാണിപ്പോൾ. നേരത്തെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ നേരത്തെ പ്രവേശനം ലഭിക്കാത്ത കുട്ടികൾ വളരെ ആശങ്കയിലായിരുന്നു. അത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് +1 ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടും ഒഴിവിലേക്കുള്ള സീറ്റുകളിലേക്കായി ഇതുവരെ പ്രവേശനം ലഭിക്കാത്ത കുട്ടികളെ ഉദ്ദേശിച്ചാണ് പ്രധാനമായും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അതായത് ആർക്കൊക്കെയാണ് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിക്കുക അല്ലെങ്കിൽ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട്, ഇതുവരെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഏതെങ്കിലും ജില്ലയിൽ അപേക്ഷിക്കാൻ, ജില്ല കേന്ദ്രീകരിച്ചാണ് ഹയർ സെക്കൻഡറിയുടെ പ്രവേശനം നടപടികൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലയിൽ കൃത്യമായിട്ട് അപേക്ഷ, നിങ്ങൾ ഏതെങ്കിലും ഒരു ജില്ലയിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ആ ജില്ലയിൽ നിങ്ങൾക്ക് പുതുതായിട്ട് അപേക്ഷ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പുതുതായി ആ ജില്ലയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നേരത്തെ അപേക്ഷിച്ചിട്ടും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക്, നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള അപേക്ഷ റിന്യൂ ചെയ്യാം. റിന്യൂവൽ യുവർ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് അപേക്ഷ നിങ്ങൾക്ക് പുതുക്കാവുന്നതാണ്. അങ്ങനെ പുതുക്കുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ കൊടുത്ത ഡാറ്റയിൽ പുതുതായിട്ട് നൽകേണ്ട ഡാറ്റ എന്ന് പറയുന്നത് ഓപ്ഷനുകളാണ്. ഒഴിവുള്ള ഓപ്ഷനുകൾ സൈറ്റിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ഒഴിവിലേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. ആ ഒഴിവുകൾ കൃത്യമായിട്ട് ഓരോ ജില്ലയുടെയും ഒഴിവുള്ള കോമ്പിനേഷനും സ്കൂളുകളുടെയും ലിസ്റ്റ് സൈറ്റിൽ HSCAPന്റെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ അപേക്ഷ സമർപ്പിക്കുക, റിന്യൂ ചെയ്യാവുന്നതാണ്. നേരത്തെ അപേക്ഷിച്ചിട്ട് കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ചാണ് രണ്ടാമതായിട്ട് പറയുന്നത്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, നേരത്തെ അപേക്ഷിച്ചു, ട്രയൽ അലോട്ട്മെന്റിന്റെ സമയത്ത് തെറ്റുകൾ തിരുത്താൻ വേണ്ടി അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ അപേക്ഷയിൽ വന്ന മിസ്റ്റേക്ക് കാരണം നിങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾ കൃത്യമായിട്ട് വിവരം നൽകി നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ പുതുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഭാഗങ്ങൾക്കാണ് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിനകത്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. എന്നാൽ നേരത്തെ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും കാറ്റഗറിയിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ച് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചു, നിങ്ങളിപ്പോൾ മറ്റൊരു ജില്ലയിൽ ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിൽ VHSC പോലെയുള്ള കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്തു, അപ്പം നിങ്ങളിവിടെ നോൺ ജോയിനിങ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ പ്രവേശനം ലഭിച്ച് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ച് ഏതെങ്കിലും ഓപ്ഷനുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക്, നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപേക്ഷ പുതുക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഓർമ്മിക്കണം. അതുപോലെ തന്നെ എവിടെയെങ്കിലും പ്രവേശനം ലഭിച്ച, ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇനി സ്കൂൾ ട്രാൻസ്ഫറിലൂടെ അല്ലെങ്കിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫറിലൂടെ മാത്രമാണ് നിങ്ങളുടെ അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഒപ്പം തന്നെ ലഭിച്ച വിദ്യാർത്ഥികൾ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന് ശേഷം സ്കൂൾ ട്രാൻസ്ഫറിന്റെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും. അപ്പോൾ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ച കുട്ടികൾക്ക് സ്കൂൾ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നൽകാവുന്നതാണ്. ഇപ്പോൾ പ്രവേശനം ലഭിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചാണ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ്. ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 13-ാം തീയതി രാവിലെ 10 മണി മുതൽ 15-ാം തീയതി വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാം. ശ്രദ്ധിക്കുക, ജൂലൈ 15-ാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾക്ക് 5 മണി വരെ നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അതിനുശേഷം വരുന്ന ലിസ്റ്റിനനുസരിച്ചാണ് നിങ്ങളുടെ പ്രവേശന നടപടിക്രമങ്ങൾ വരുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് കോമ്പിനേഷൻ മാറാനോ അല്ലെങ്കിൽ സ്കൂളുകൾ മാറാനോ ഉള്ള അവസരമുണ്ട്. അത് സ്കൂൾ ട്രാൻസ്ഫർ അല്ലെങ്കിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫർ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുക. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ പ്രവേശനം ലഭിക്കാത്ത, ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അവരുടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ പ്രയോജനകരമായിട്ടുള്ള വീഡിയോ ആണ്. അവരിലേക്ക് പരമാവധി എത്തിക്കുക.
സപ്ലിമെന്ററി അലോട്ട്മെന്റും അല്ലെങ്കിൽ മറ്റുള്ള നടപടിക്രമങ്ങളുമായിട്ട് വരുമ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.